ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എബ്രായ ലേഖനം അഖിലമലങ്കര മർത്തമറിയം സമാജത്തിന്റെ എക്സാം പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2, ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 2 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു വാക്യം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തുകൊള്ളട്ടെ. അപ്പോസ്തലനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ ക്രിസ്തു പറയുന്നതായ 2 വാചകങ്ങൾ, അതിൽ 6-ാം അധ്യായം 44-ാം വാക്യവും 6-ാം അധ്യായം 65-ാം വാക്യവും. അതിൽ പ്രത്യേകമായിട്ട് ക്രിസ്തു പറയുന്നുണ്ട്, 44-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കുകയില്ല. അതുപോലെ 65-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്കറിയാം, അനേകം സ്ത്രീജനങ്ങൾ നമ്മുടെ ഇടവകകളിലുണ്ട്, നമ്മുടെ മർത്തമറിയം സമാജത്തിലുണ്ട്. എന്നാൽ നമുക്ക് വേദപഠനത്തിനായി തന്നിരിക്കുന്ന ഈ വളരെ ചുരുങ്ങിയ 1 മണിക്കൂർ സമയം, ആ സമയം നമ്മൾ ഇവിടെ ആയിരിക്കുന്നു എങ്കിൽ അത് നമ്മുടെ കഴിവല്ല, മറിച്ച് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. നാം ആരെങ്കിലും ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കോ ദൈവത്തിങ്കിലേക്കോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ആകർഷിച്ചിട്ട് തന്നെയാണ്. ദൈവത്തിൻ്റെ കൃപയാണത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആ നിലയിൽ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നു, നമ്മെ ദൈവത്തിങ്കിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. ഈ കൃപ നഷ്ടപ്പെടുത്താതിരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ഈ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നു. പ്രത്യേകമായിട്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി തന്നെ ഇരിക്കുക. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന അധ്യായം 2, യേശു ക്രിസ്തുവിൻ്റെ ആളത്വം, ദ പേഴ്സൺഹുഡ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് ഇന്നത്തെ നമ്മുടെ പഠിക്കുവാനായിട്ടുള്ള അധ്യായം. ഈ അധ്യായം എന്ന് പറയുന്നത്, ഇതിൽ എബ്രായ ലേഖനം 2-ാം അധ്യായവും 3-ാം അധ്യായവും ചേർന്നതാണ് ഈ ചാപ്റ്റർ 2. ഹീബ്രൂസ് ചാപ്റ്റർ 2 ആൻഡ് ചാപ്റ്റർ 3. അപ്പം ചാപ്റ്റർ 1 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി ചാപ്റ്റർ 2 ആൻഡ് ചാപ്റ്റർ 3 ആണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. അപ്പം ഇവിടെ ഈ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ലൈനിൽ ഇവിടെ പറയുന്നത്, ചാപ്റ്റർ 1-ൽ എന്തായിരുന്നു ഹൈലൈറ്റ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ചാപ്റ്റർ 1-ൽ പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താ, യേശു ക്രിസ്തു പ്രവാചകന്മാരെക്കാട്ടിലും മാലാഖമാരെക്കാളും അതുല്യനും ശ്രേഷ്ഠനും എന്ന പ്രഖ്യാപനം. അതാണ് 1-ാം അധ്യായത്തിൽ. ഹീബ്രൂസ് ചാപ്റ്റർ 1 says it's a declaration that Christ is greater than prophets and angels. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്നാൽ ഇന്ന് ചാപ്റ്റർ 2, ഹീബ്രൂസ് ചാപ്റ്റർ 2-ൽ അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ കാണുന്നു, ദൈവപുത്രന്റെ വെളിപാടിന് മുമ്പിൽ ആരും അലസതയും ഉദാസീനതയും കാട്ടരുത് എന്ന ഉപദേശമാണ് ചാപ്റ്റർ 2-ൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊരു അഡ്വൈസ് ആണ്. ഓക്കെ, എന്താണ് അഡ്വൈസ് തന്നിരിക്കുന്ന ഉപദേശം? Author advised that no one should exhibit a lack of enthusiasm or indifference before the revelation of Son of God. നമ്മൾ ഒരിക്കലും ക്രിസ്തുവിന്റെ മുമ്പിലോ ദൈവപുത്രന്റെ വെളിപാട് നമുക്ക് കാട്ടി തന്നിരിക്കുന്നതായ ദൈവവചനത്തിന് മുമ്പിൽ അലസമായിരിക്കരുത്. അതുപോലെ ഉദാസീനത കാണിക്കരുത്, മടി കാണിക്കരുത്. ദൈവവചനം പഠിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും നമ്മൾ അലസതയും ഉദാസീനതയും കാണിക്കരുത് എന്ന ഉപദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങുന്നത്. അപ്പം ഇതിന്റെ മെയിൻ ഫോക്കസ്, ഈ ചാപ്റ്റർ 2-ന്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ വിശ്വാസ സ്ഥിരത. അപ്പം നമ്മൾ ദൈവത്തിങ്കിലേക്കുള്ള വിശ്വാസത്തിൽ സ്ഥിരമായിരിക്കണം. നമ്മൾ ആദ്യമായി തന്നെ കണ്ടതാണ്, ആദ്യ ക്ലാസ്സിൽ കണ്ടതാണ്, ഈ ലേഖനം എഴുതിയിരിക്കുന്നത് തന്നെ ക്രിസ്ത്യാനികൾക്കായിട്ട്, യഹൂദ ക്രിസ്ത്യാനികൾക്ക്, റോമാ സാമ്രാജ്യത്തിന്റെ വെളിയിൽ പീഡകൾ അനുഭവിച്ചിരുന്ന ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകുന്നവരോട് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ലേഖനമാണ് എബ്രായ ലേഖനം. അപ്പം ഈ ചാപ്റ്റർ 2-ന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് വിശ്വാസ സ്ഥിരത എന്നാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നത്, ഇവിടെ ലേഖകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ, ഹീബ്രൂസ് ചാപ്റ്റർ 2 what do author reminds us. അപ്പൊ എന്താണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? ഇവിടെ പറയുന്നത്, മാലാഖമാര് മൂലം നൽകപ്പെട്ട സന്ദേശങ്ങൾ ലംഘിച്ചവർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പുത്രനാം ദൈവത്തിലൂടെ വെളിപ്പെട്ട മഹത്തായ രക്ഷയെ അവഗണിച്ചാൽ അതിന്റെ ശിക്ഷ വലുതായിരിക്കും എന്നാണ് ഇതിനകത്ത് ലേഖകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം ആദ്യം നമ്മൾ കണ്ടു, മാലാഖമാർ മൂലം നൽകപ്പെട്ട സന്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. യഹൂദന്മാരുടെ ഇടയിലുള്ള വിശ്വാസം എന്താണ്? പഴയ നിയമ കൽപ്പന, കമാൻഡ്മെന്റ്സ് അല്ലെ, ദൈവം നൽകിയത്, മോസസിന് നൽകിയത് മാലാഖമാർ വഴിയാണ്, മാലാഖമാരാണ് മോശയ്ക്ക് അത് നൽകിയത് എന്നാണ് യഹൂദന്മാരുടെ ഇടയിലുള്ള വിശ്വാസം. അപ്പോൾ ഇവിടെ ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, മാലാഖമാർ മൂലം നൽകിയ സന്ദേശങ്ങൾ ലംഘിക്കുന്നവർക്ക് ശിക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകും. എങ്കിൽ ദൈവപുത്രൻ
നൽകിയിരിക്കുന്ന വെളിപ്പെടുത്തിയിരിക്കുന്ന രക്ഷയെ നാം അവഗണിച്ചാൽ അതിന്റെ ശിക്ഷ ഇനിയും വലുതായിരിക്കും എന്ന ഒരു റിമൈൻഡറാണ് ആദ്യമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ദോസ് ഹു ഇഗ്നോർ ദ മെസ്സേജസ് കൺവേഡ് ബൈ ഏഞ്ചൽസ് they will receive punishment, but for those who disregard the salvation revealed by the Christ, it would be much greater, punishment would be much greater എന്നാണ് ഇതിനകത്തെ ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എല്ലാവരുടെയും കയ്യിൽ വേദപുസ്തകം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധ്യായം 2, രണ്ടാം അധ്യായം എല്ലാവരും ഒന്ന് എടുത്ത രണ്ടാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ. അതിനകത്ത് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. രണ്ടാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ. അതാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ പറയുന്നു, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാകാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും എവിടെ നിന്നുള്ളതാ? ഈ വിശുദ്ധ വേദ പുസ്തകത്തിൽ എബ്രായ ലേഖനം ചാപ്റ്റർ 2 വേഴ്സ് 2 to 4. ഓക്കെ, അതാണ് വേഴ്സ് 1 to 4 നമ്മൾ പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആദ്യമായിട്ട് പറയുന്ന വാക്യം എന്താ? അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് അധികം ശ്രദ്ധയോടെ കാത്തിരിക്കുക എന്നാ പറയണത്. അപ്പം ആ ഒരു വാക്ക് ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ രണ്ടാം ലേഖനത്തില് ലേഖകൻ നൽകുന്ന ആഹ്വാനം അതാണ് ഒഴുകിപ്പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക, ഒഴുകിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 1 അതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ലേഖകൻ നമുക്ക് നൽകുന്ന എക്സോട്ടേഷൻ എന്ന് പറയുന്നത്, ആഹ്വാനം എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ടു ഡ്രിഫ്റ്റ് എവേ, ഒഴുകിപ്പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി ഈ ഒഴുകിപ്പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇതിന്റെ ആഹ്വാനം നൽകുന്നതിന്റെ വിവക്ഷ എന്താണ്? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ഈ പറയുന്നത് ഓരോന്നും ക്വസ്റ്റ്യൻ ആയിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. ഒഴുകിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് ലേഖകൻ ആഹ്വാനം നൽകുന്നതിന്റെ വിവക്ഷ എന്താണ്? അല്ലെങ്കിൽ വാട്ട് ഇസ് ദ മീനിങ്, വാട്ട് ഇസ് ദ ഇൻഡിക്കേഷൻ, the meaning not to drift away, what is the indication or what does it mean? എന്താണ് അതുകൊണ്ട് ലേഖകൻ ഉദ്ദേശിക്കുന്നത്? അപ്പം ലേഖകൻ അതിനകത്ത് ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? അവിടെ പറയുന്നത് ഒഴുകിപ്പോകാതിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? ആദ്യമായിട്ട് തന്നെ നമുക്ക് നൽകുന്ന ഉപദേശം ഞാൻ പറഞ്ഞു, നമ്മൾ അലസതയും ഉദാസീനതയും കാണിക്കരുത് എന്ന് പറയുന്നു ദൈവപുത്രന്റെ വെളിപാടിന് മുമ്പിൽ. അത് തന്നെയാണ് ഈ ഒഴുകിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ പറയണത്? അശ്രദ്ധ കൊണ്ടും അലസത കൊണ്ടും ക്രിസ്തീയ ജീവിതത്തിൽ സംഭവിക്കുന്ന അപകടങ്ങളെ സൂചിപ്പിക്കുവാനാണ് ഒഴുകിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് ലേഖകൻ ആഹ്വാനം ചെയ്യുന്നത്. അപ്പം അവിടെ എന്താ പറയണത്? നമുക്ക് ബിക്കോസ് ഓഫ് അവർ കെയർലെസ്നെസ് അല്ലെങ്കിൽ നമ്മുടെ ഇനാക്ടിവിറ്റി, ലാംഗ്വേജ്, അതിൻ്റെയൊക്കെ കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന ഡേഞ്ചേഴ്സ്, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നമുക്ക് വരാൻ പറ്റുന്ന ഡേഞ്ചേഴ്സിനെയാണ് ലേഖകൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ അതിന്റെ മീനിങ്. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വഴിതെറ്റി പോകരുത്. അലസതയും അശ്രദ്ധയും കൊണ്ട് വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോകരുത്, അത് അപകടമാണ് എന്നാണ് ലേഖകൻ ഈ ഒഴുകി പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക, നോട്ട് ടു ഡ്രിഫ്റ്റ് അവേ എന്ന് പറയുന്നതിന്റെ മീനിങ് അതാണ്. അപ്പം ഇനി ഇവിടെ ഇങ്ങനെ ഒഴുകി പോകാതിരിക്കാൻ നാം എന്ത് ചെയ്യണമെന്നും കൂടെ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് വാട്ട് ഡു വി ഹാവ് ടു ഡു നോട്ട് ടു ഡ്രിഫ്റ്റ് അവേ, വാട്ട് ഡു വി ഹാവ് ടു ഡു ആസ് എ ക്രിസ്ത്യൻസ്? ഓക്കെ, അപ്പൊ എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്? ക്രൈസ്തവ ജീവിതത്തിൽ നിരന്തരമായ ജാഗ്രത പുലർത്തി സത്യവിശ്വാസത്തിൽ മുന്നേറണം. ഒന്നാമത്തെ പാരഗ്രാഫിന്റെ അവസാനത്തെ ലൈനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഒഴുകി പോകാതിരിക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത്? ജാഗ്രത പുലർത്തി സത്യവിശ്വാസത്തിൽ മുന്നേറുക. മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് വിജിലൻസ് ആൻഡ് അഡ്വാൻസ് ഇൻ ട്രൂ ഫെയ്ത്ത്. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, കോൺസ്റ്റന്റ് വിജിലൻസും അഡ്വാൻസ് ഇൻ ട്രൂ ഫെയ്ത്തും. അതായത് ജാഗ്രത പുലർത്തുക, സത്യവിശ്വാസത്തിൽ മുന്നേറുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ അപകടങ്ങളിലേക്ക് പോകാൻ ഇടയാവുകയില്ല. മറിച്ച് അലസതയും അശ്രദ്ധയും കൊണ്ട് നാം ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് അപകടങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് ലേഖകൻ നമ്മെ മുൻകൂട്ടി അറിയിക്കുന്നത്. അപ്പം അതാണ് ആ ഒരു പല കാര്യങ്ങൾ ഈ ഒരു പാരഗ്രാഫിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ഒന്നും കൂടി അതൊന്ന് റിവൈസ് ചെയ്തോണം. ആദ്യത്തെ ഓരോ ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഇവിടെ പറയുന്നുണ്ട് മാലാഖമാർ മുഖാന്തരം നൽകപ്പെട്ട സന്ദേശം. അടുത്ത പാരഗ്രാഫിൽ നമുക്ക് കാണാം, ദ മെസ്സേജസ് സ്പോക്കൺ ത്രൂ ഏഞ്ചൽസ്. ഓക്കെ, മാലാഖമാർ മുഖാന്തരം നൽകപ്പെട്ട സന്ദേശം എന്ന പരാമർശം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓക്കെ, വാട്ട് ഡസ് ഇറ്റ് മീൻ? മാലാഖമാർ, ദ മെസ്സേജസ് സ്പോക്കൺ ത്രൂ ഏഞ്ചൽസ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? ഓക്കെ, അപ്പം അതിനകത്ത് എന്താണ് പരാമർശം? അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം കാര്യം തന്നെ. അതിന്റെ ആൻസർ ചോദിച്ചാൽ അല്ലെങ്കിൽ അത് എബ്രായ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. അതിനകത്ത് പറയണ എന്താ? യഹൂദ പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് എന്താണ് ദൈവത്തിൽ നിന്നും
മാലാഖമാർ വഴിയാണ് പഴയ നിയമത്തിലെ ഉടമ്പടി, മോശയ്ക്ക് ഉടമ്പടി അല്ലെങ്കിൽ ന്യായപ്രമാണം നൽകിയിരിക്കുന്നത് എന്നാണ് യഹൂദന്മാരുടെ പാരമ്പര്യ വിശ്വാസം. ഇനി അതിന്റെ റെഫറൻസും കൂടെ 3 റെഫറൻസുകൾ കൂടി അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാലാഖമാർ മുഖാന്തരം നൽകപ്പെട്ട സന്ദേശം എന്നതിന്റെ ആധാരമായ റെഫറൻസ് അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ ആദ്യം പറയേണ്ടത് യഹൂദന്മാരുടെ പാരമ്പര്യ വിശ്വാസമായിരുന്നു മോശയ്ക്ക് ന്യായപ്രമാണം അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ ഉടമ്പടിയുടെ നിയമങ്ങൾ ലഭിച്ചത് ദൈവത്തിന്റെ മാലാഖമാർ വഴിയാണ്. അപ്പം അവർക്ക് ആ ഒരു മാലാഖമാർക്ക് അതിശ്രേഷ്ഠമായ ഒരു സ്ഥാനമാണ് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന റെഫറൻസ് മെയിൻ ആയിട്ട് ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 19. ഞാൻ സമയക്കുറവ് മൂലം ഞാൻ ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 19 പ്രത്യേകമായിട്ട് പറയുന്നു. കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം. ഓക്കെ, അപ്പം ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 19 അതിനകത്ത് പറയുന്നുണ്ട്, ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അതായത് ന്യായപ്രമാണം എന്തിന് വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. അപ്പൊ അതിന്റെ അർത്ഥം പറയണ എന്താണ്? മധ്യസ്ഥന്റെ കയ്യിൽ ദൂതന്മാർ മുഖാന്തരമാണ് ന്യായപ്രമാണം ഏൽപ്പിച്ചതെന്നാണ് അവിടെ പറയുന്നത്. ഗലാത്യർ ചാപ്റ്റർ 3 വേഴ്സ് 19. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തികൾ 7:53 ഇപ്രകാരം തന്നെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങൾക്കായി ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ന്യായപ്രമാണം ആര് മുഖാന്തരം പ്രാപിച്ചു എന്നാണ് പറയുന്നത്? മാലാഖമാർ വഴിയായിട്ട് ന്യായപ്രമാണം. ഇതൊക്കെ യഹൂദന്മാരുടെ ആ വിശ്വാസമാണ്. മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് ഉടമ്പടി നൽകിയത് മാലാഖമാർ എന്നുള്ള യഹൂദ വിശ്വാസം ബൈബിളിൽ കൊടുത്തിരിക്കുന്ന റെഫറൻസുകളാണ്. ഇനി പഴയ നിയമത്തിൽ ഒരു റെഫറൻസ് കൂടെ ഞാൻ ഒന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചെന്നാണ് എന്റെ ഓർമ്മ. അതായത് ആവർത്തന പുസ്തകം 33-ാം അധ്യായം 2-ാം വാക്യം, ഡ്യൂട്രോണമി ചാപ്റ്റർ 33 വേഴ്സ് 2. അതിനകത്തും പറയുന്നുണ്ട്. ഇനി സമയം പോലെ നിങ്ങൾ പഠിക്കുമ്പോൾ അതെടുത്ത് വാക്യം എടുത്ത് വായിക്കുക. അതിലും പറയുന്നുണ്ട് മാലാഖമാർ വഴിയാണ്. അവിടെ പറയുന്നത് മാലാഖമാരുടെ ദൂതന്മാരുടെ വിശുദ്ധ ഗണങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് സീനായി മലയിൽ മോശയ്ക്ക് ന്യായപ്രമാണം ലഭിച്ചതെന്നാണ് അവിടെ പറയുന്നത്. വിശുദ്ധ ഗണത്തിന്റെ അകമ്പടി, അതായത് വിശുദ്ധ ഗണം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് മാലാഖമാരെയാണ്. അപ്പം ഇതാണ് മാലാഖമാർ മുഖാന്തരം നൽകപ്പെട്ട സന്ദേശം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ റെഫറൻസുകളാണ് മെയിൻ ആയിട്ടും എഴുതേണ്ടത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 19, അപ്പോസ്തല പ്രവൃത്തികൾ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 7 വേഴ്സ് 53, ഡ്യൂട്രോണമി ചാപ്റ്റർ 33 വേഴ്സ് 2. ഈ 3 റെഫറൻസുകളാണ് അവിടെ എഴുതേണ്ടത്. ഇനി ഇവിടെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് അവിടെ പറയുന്നുണ്ട്. മാലാഖമാർ നൽകിയ വചനങ്ങൾ ലംഘിച്ചാൽ നമുക്ക് എന്തുണ്ടാകും? ശിക്ഷ ഉണ്ടാകും. ആ സെക്കൻഡ് പാരഗ്രാഫിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, മാലാഖമാർ നൽകിയ വചനങ്ങൾ ലംഘിച്ചാൽ നമുക്ക് ശിക്ഷയുണ്ടാകും. എന്നാൽ ദൈവപുത്രന്റെ സന്ദേശത്തെ ലംഘിച്ചാൽ ശിക്ഷ ഡാഷ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ചോദിക്കാം. ശിക്ഷ എന്താവും? ഇരട്ടിയാവും. മാലാഖമാരുടേത് ലംഘിച്ചാൽ ശിക്ഷയുണ്ടാവും, എന്നാൽ ദൈവപുത്രന്റേത് ലംഘിച്ചാൽ ശിക്ഷ ഇരട്ടിയാകും എന്ന ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കൂടി അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വരാൻ പോകുന്ന മെയിൻ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഇത്ര വലിയ രക്ഷ എന്നൊരു വാചകമാണ്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2-ാം അധ്യായം 4-ാം വാക്യത്തിലെ ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 4 നമ്മൾ കാണുന്നതാണ്. സോ ഗ്രേറ്റ് എ സാൽവേഷൻ, ഇത്ര വലിയ രക്ഷ എന്ന ഒരു പദം അവിടെ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അത് വായിച്ച് പഠിക്കുമ്പോൾ ഈ 2 വേഴ്സസ് ബുക്കും ബൈബിളിലെ ഭാഗങ്ങളും കൂടെ നിങ്ങൾ ചേർത്ത് വെച്ച് വേണം പഠിക്കുവാനായിട്ട്. അപ്പം അവിടെ പറയുന്ന ഇത്ര വലിയ രക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടുള്ളതായ രക്ഷയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടുള്ള രക്ഷ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാനൊന്ന് ബാറ്ററി ഒന്ന് കുത്തിക്കോട്ടെ. ഓക്കെ, അപ്പം ഇവിടെ എബ്രായ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന ഇത്ര വലിയ രക്ഷ, കർത്താവ് പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് നൽകിയ രക്ഷയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ കാണുന്ന ഇത്ര വലിയ രക്ഷ, ഇവിടെ 1-2 കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ രക്ഷയുടെ പ്രത്യേകത എന്താണ്? ഇത് പുത്രനായ ദൈവത്തിലൂടെ വെളിപ്പെട്ട മഹത്തായ രക്ഷ, അല്ലെ? ദൈവത്തിന്റെ രക്ഷ എങ്ങനെയാണ് വന്നത്? വെളിപ്പെട്ട് കിട്ടിയത് നമുക്ക് എങ്ങനെയാണ്? പുത്രനായ ദൈവത്തിലൂടെയാണ്. ഇനി ആസ് പെർ ചാപ്റ്റർ 2 വേഴ്സ് 3 and 4, 3 to 4 നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ വായിച്ചതാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ രക്ഷ നമുക്ക് എങ്ങനെയാണ് വെളിപ്പെട്ട് കിട്ടിയത്? ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വഴിയാണ് നമുക്ക് ഈ രക്ഷ, അല്ലെ? ക്രിസ്തു വന്ന് എങ്ങനെ 33-ാമത്തെ വയസ്സിൽ ക്രിസ്തുവിന്റെ പല കാട്ടിത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ടാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്.
എല്ലാം നമ്മൾ നോക്കിയാൽ, ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഒരു വിശ്വാസം വരില്ലായിരുന്നു. അപ്പൊ അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്ന രക്ഷയാണ് ഇത്ര വലിയ രക്ഷ എന്നതുകൊണ്ട് ലേഖകൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ 4 പോയിന്റുകൾ ഇവിടെ പറയണമെന്ന് നോട്ട് ചെയ്തോളുക. ഈ രക്ഷയുടെ മഹത്വത്തിനുള്ള കാരണങ്ങൾ. ഓക്കെ, അപ്പം ടെക്സ്റ്റിൽ 4 പോയിന്റുകൾ അവിടെ പറയുന്നുണ്ട്. ഇതിന്റെ റീസൺസ് എന്താണ്? റീസൺസ് ഫോർ ദിസ് ഗ്രേറ്റ് സാൽവേഷൻ. അതിനകത്ത് ഒന്നാമത്തേതായിട്ട് പറയുന്നത്, അത് ക്രിസ്തുവിൽ കൂടി പ്രഘോഷിക്കപ്പെട്ടതും തന്റെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും പ്രായോഗികമാക്കിയതുമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊക്ലെയിംഡ് ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിലൂടെ പ്രഘോഷിക്കപ്പെട്ടതാണ്, പ്രൊക്ലെയിംഡ് ത്രൂ ക്രൈസ്റ്റ്. പിന്നെ എങ്ങനെയാണ്? മെയ്ഡ് എഫക്റ്റീവ് ത്രൂ ദിസ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ. അപ്പൊ അത് മൊത്തത്തിൽ ചേരുന്നതാണ് ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയും ക്രിസ്തുവിന്റെ ക്രൂശുമരണവും ഉത്ഥാനവും. ഇതെല്ലാം കൂടെ ചേർന്ന് വെളിപ്പെട്ട് വരുന്നതായിട്ടുള്ള കാര്യമാണ് ഇത്ര വലിയ രക്ഷ. നമുക്ക് ക്രൈസ്തവർക്ക് ലഭിച്ചിരിക്കുന്നതായ രക്ഷ എന്ന് പറയുന്നത്, പുത്രൻ തമ്പുരാനിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ. അതാണ് പ്രായോഗികമായതും ക്രിസ്തുവിൽ കൂടി പ്രഘോഷിക്കപ്പെട്ടതും മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും പ്രായോഗികമാക്കിയതുമായ രക്ഷ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, അത് കേട്ടവരും കണ്ടവരും അനുഭവിച്ചവരുമുണ്ട്. അതാരൊക്കെയാ? അവരാണ് ഈ ക്രിസ്തു ചെയ്ത അത്ഭുത പ്രവർത്തികൾ അനുഭവിച്ചവരുണ്ട്, ഇത് കണ്ടു നിന്നവരുണ്ട്, ഇത് കേട്ടവരുണ്ട്. അല്ലെ, നമ്മളൊക്കെയും ഇത് വിശുദ്ധ വേദപുസ്തക പഠനത്തിലൂടെയാണ് നമ്മളൊക്കെ ഇത് കേട്ടറിയുന്നത്. അപ്പം ഇത് കണ്ടവരുണ്ട്, കേട്ടവരുണ്ട്, അനുഭവിച്ചവരുമുണ്ട്. അതാണ് ഈ രക്ഷയുടെ മറ്റൊരു രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. There are people who heard it, people who saw it and people who experienced it. Okay, ഇനി അടുത്തത് മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ഇത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സ്വീകരിക്കപ്പെട്ടതാണ്. അപ്പൊ ഈ രക്ഷ സ്വീകരിക്കപ്പെട്ടത് എങ്ങനെയാ? ത്രൂ മിറാക്കിൾസ്. അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ, അതാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും. ഇറ്റ് ഇസ് അക്സെപ്റ്റഡ് ത്രൂ ദ സൈൻസ് ആൻഡ് വണ്ടേഴ്സ്. അതാണ് പരസ്യ ശുശ്രൂഷയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത 4ാമത്തെ പോയിന്റ്, ഇത്ര വലിയ രക്ഷ, ഇത്രയും മഹത്വമുള്ള രക്ഷ, ഗ്ലോറിഫൈഡ് സാൽവേഷൻ, അതിന്റെ കാരണങ്ങൾ. 4ാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ രക്ഷ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുഴുവനും, മനുഷ്യവർഗത്തിന് മുഴുവനും ഉള്ളതാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. രക്ഷ, സാൽവേഷൻ ഇസ് ഫോർ ദി എൻറ്റയർ ഹ്യൂമൻ റേസ് ആൻഡ് ഫോർ ഓൾ ദി ക്രിയേഷൻ. എല്ലാവർക്കും, പ്രപഞ്ചത്തിന് മൊത്തം, യൂണിവേഴ്സിന് മൊത്തമായിട്ട് അവകാശപ്പെട്ടതാണ് ഈ രക്ഷ. ഈ 4 പോയിന്റുകൾ പ്രധാനമായിട്ട് അവിടെ ഓർക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ 1ാമത്തെ അധ്യായത്തിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൂ ഈസ് ക്രൈസ്റ്റ്, ക്രിസ്തു ആരാകുന്നു എന്നുള്ളതിന് ഒരു 5 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. അല്ലെ, ഞാനത് വീണ്ടും അത് പറയുന്നില്ല. ക്രിസ്തു തേജസ്, ദൈവ തേജസ്സിന്റെ പ്രഭയാണ്, ക്രിസ്തു തത്വത്തിന്റെ മുദ്ര, ഇങ്ങനെ പറഞ്ഞ 5 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. അത് എബ്രായ ലേഖനം 1ാം അധ്യായം. ഇനി അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് എബ്രായ ലേഖനം 2ാം അധ്യായത്തിലും ചില പോയിന്റുകൾ അവിടെ പറയുന്നുണ്ട്. അതിൽ 1ാമതായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ക്രിസ്തു ലോകത്തെ വീണ്ടെടുക്കുവാൻ താഴ്മ ധരിച്ച ആളത്വമാണ്. ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ക്രിസ്തു ലോകത്തെ വീണ്ടെടുക്കുവാൻ താഴ്മ ധരിച്ച ആളത്വമാണ്. ക്രൈസ്റ്റ് ഈസ് ദ പേഴ്സൺ ഹു ക്ലോത്hed himself in humility to save the world. അതാണ് ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത്. ക്രിസ്തു മാലാഖമാരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് ഉള്ള പ്രധാനമായിട്ട് നൽകുന്ന വിശദീകരണങ്ങളായിട്ടാണ് നമ്മൾ 5 പോയിന്റുകൾ കണ്ടത്. ഇവിടെ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ക്രിസ്തു മാലാഖമാരെക്കാൾ ശ്രേഷ്ഠനാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ പറയുന്ന 1ാമത്തെ പോയിന്റ്, ക്രിസ്തു ലോകത്തെ വീണ്ടെടുക്കുവാൻ താഴ്മ ധരിച്ച ആളത്വമാണ്. ഇത് എബ്രായ ലേഖനം 2ാം അധ്യായം 9ാം വാക്യം, ചാപ്റ്റർ 2 വേഴ്സ് 9-ലാണ് പ്രധാനമായിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത്. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഇവിടെ കാണുന്നത് എന്താ? ക്രിസ്തു സ്വയം തിരഞ്ഞെടുത്തതാണ് താഴ്മ. അല്ലെ, ഇപ്പൊ നമ്മളൊക്കെ ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവര് ഒന്ന് താഴേക്ക് വരാൻ നമുക്കൊക്കെ എത്ര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ദൈവപുത്രൻ അത്രയും മഹത്വകരമായ ഒരു സ്ഥാനത്ത് നിന്ന് ഒരു മനുഷ്യപുത്രനായിട്ട് സഫറിങ്ങിലേക്ക് വേണ്ടി വരുവാൻ തക്കവണ്ണം താഴ്മ എടുത്തു. താഴ്ത്തപ്പെട്ടവൻ, സ്വയം താഴ്ത്തപ്പെട്ടവൻ. അതാണ് അവിടെ പറയണത് പ്രധാനമായിട്ട്. ഹി ക്ലോത്ത് ഹിംസെൽഫ് ഇൻ ഹ്യൂമിലിറ്റി ടു സേവ് ദ വേൾഡ്. സ്വയമായിട്ട് താഴ്ത്തപ്പെട്ടു എന്നാണ് അവിടെ പറയുന്നത്. അപ്പം ഇവിടെ ക്രിസ്തു ലോകത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ചപ്പോഴും മാലാഖമാരെക്കാൾ ശ്രേഷ്ഠനായിരുന്നു എന്നാണ് ലേഖകൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം അവിടെ എന്താണ് അവിടെ പറയുന്നതിന്റെ മീനിങ് എന്താണ്? ആദ്യം ക്രിസ്തു മാലാഖമാരുമായിട്ടുള്ള റിലേഷൻസ് ആദ്യം പറയുന്നു. അതിനുശേഷം എബ്രായ ലേഖനം 2:9 അവിടെ പറഞ്ഞിരിക്കുന്ന വേഴ്സ്, ടെക്സ്റ്റ് ബുക്കിൽ വേഴ്സ് പറഞ്ഞിരിക്കുന്ന ഒരു ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട്. ചാപ്റ്റർ 2 വേഴ്സ് 59 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 59 വേഴ്സ് ഇല്ല. മേ ബി ഇതൊരു ടൈപ്പിംഗ് എറർ ആയിരിക്കാം. ചാപ്റ്റർ 2 വേഴ്സ് 9 ആവാനാണ് സാധ്യത. ചാപ്റ്റർ 2 വേഴ്സ് 9-ലാണ് നമ്മളിത് കാണുന്നത്. അപ്പൊ അതൊന്ന് തിരുത്തിക്കൊള്ളുക. ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 2 വേഴ്സ് 9 എന്നത് തിരുത്തുക. അപ്പം ഇവിടെ ആദ്യം യേശുക്രിസ്തു മാലാഖമാരുമായിട്ടുള്ള ആ ഒരു റിലേഷൻ ചർച്ച ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത വാക്യങ്ങളിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്,
മനുഷ്യനുമായിട്ടുള്ള ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെയാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നു, മനുഷ്യർക്ക് അത്രമാത്രം ഉന്നതമായ ഒരു സ്ഥാനമാണ് മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ തന്റെ അധികാര പരിധിയിൽ വരുത്തുവാൻ തക്കവണ്ണം മനുഷ്യന് അധികാരങ്ങൾ നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർ മാലാഖമാരെക്കാട്ടിലും അല്പം താഴ്ന്നവൻ. അവിടെ വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് വരരുത്, കാരണം ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ അത് ക്രിസ്തു ആണോ എന്നൊരു ഡൗട്ട് നമുക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അവിടെ പ്രത്യേകമായിട്ട് ഇവിടെ മനുഷ്യരെ കുറിച്ചാണ് അടുത്ത വാചകങ്ങളിൽ 2:9 കഴിഞ്ഞിട്ട് താഴേക്ക് നമ്മൾ വരുമ്പോൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യർ മാലാഖമാരെക്കാൾ അല്പം താഴ്ന്നപ്പെട്ടവരാണെങ്കിലും ലോക മനുഷ്യർക്ക് വിധേയമാകുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് മനുഷ്യൻ. ഓക്കെ, ഇനി അടുത്തതായിട്ട് അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ സങ്കീർത്തനം കോട്ട് ചെയ്തിട്ടുള്ള ചില വാക്യങ്ങളാണ് അവിടെ. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 6 to 8 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചാപ്റ്റർ 6 to 8 ചാപ്റ്റർ 2 വേഴ്സ് 6 to 8 എഗെയിൻ സങ്കീർത്തനം കോട്ടഡ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ കണ്ടു സങ്കീർത്തനം കൂടുതലായിട്ട് ഇതിനകത്ത് ലേഖകൻ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ പറയുന്ന സങ്കീർത്തനം എന്ന് പറയുന്നത് സങ്കീർത്തനം 8-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സാംസ് ചാപ്റ്റർ 8 വേഴ്സ് 4 to 6. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ മനുഷ്യന്റെ വീണ്ടെടുപ്പ് ക്രിസ്തു എങ്ങനെ സാധിപ്പിച്ചു എന്നാണ് ഈ കൊട്ടേഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹൗ ക്രൈസ്റ്റ് മേഡ് ദ റിഡംഷൻ ഓഫ് മാൻ പോസിബിൾ. അതാണ് ഈ വാക്യത്തിന്റെ പ്രത്യേകത. മനുഷ്യന്റെ വീണ്ടെടുപ്പ് എങ്ങനെയാണ് ക്രിസ്തു ചെയ്തത് എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇനി ഇവിടെ പറയണ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മനുഷ്യന്റെ വീണ്ടെടുപ്പ് ക്രിസ്തു എങ്ങനെ സാധിപ്പിച്ചു എന്ന് എബ്രായ ലേഖകൻ വ്യക്തമാക്കുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ശ്രദ്ധിക്കണം, അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അടുത്ത പാരഗ്രാഫിലേക്കാണ് അതിന്റെ ആൻസർ വരിക. ഒന്നാമത്തെ പോയിന്റ് എങ്ങനെയാണ് പാപത്തിൽ എങ്ങനെയാണ് നമ്മുടെ മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്താണെന്നുള്ള ആ ഒരു പ്രോസസ് അവിടെ പറയുന്നത്. ക്രിസ്തു എങ്ങനെ നമ്മെ വീണ്ടെടുത്തു. ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പാപത്തിൽ വീണ മനുഷ്യൻ തനിക്ക് ലഭിച്ച ഉന്നത പദവി നഷ്ടപ്പെടുത്തി, അല്ലെ? അതിനാൽ അവൻ ഭീരുവായി ദൈവത്തോട് മത്സരത്തിലായി. ഇപ്പം ക്രിസ്തു ദൈവം മനുഷ്യന് ഒരു ഉന്നതമായ സ്ഥാനമാണ് നൽകിയിരുന്നത്. ബട്ട് മാൻ ഹാസ് ലോസ്റ്റ് ഹിസ് എലൈറ്റ് പൊസിഷൻ വെൻ ഹി ഫെൽ ഇൻടു സിൻ. അതാണ് എന്നിട്ട് എന്ത് സംഭവിച്ചത്? ഹി ബിക്കേം ഫിയർഫുൾ. ദെൻ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ദർ ഇസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഗോഡ്. അതാണ് ഒന്നാമതായിട്ട് നമുക്ക് എഴുതാം. ഇതിനുശേഷം എന്താ സംഭവിച്ചത്? അങ്ങനെ ഭീരുവായ ഈ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ടാണ് വീണ്ടും ആര് വരുന്നത്? ദൈവം മനുഷ്യപുത്രനായിട്ട് മനുഷ്യാവതാരം ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് അടുത്ത രണ്ടാമത്തെ പോയിന്റ് മെയിൻ ഫോക്കസ് മനുഷ്യാവതാരം. ഓക്കെ, മനുഷ്യാവതാരം ചെയ്ത് ഈ ഭീരുത്വത്തിൽ അല്ലെങ്കിൽ ദൈവത്തോട് മത്സരിക്കുന്ന മനുഷ്യനെ വീണ്ടും രക്ഷിക്കുവാനായിട്ട് ദൈവം മനുഷ്യപുത്രനായിട്ട് മനുഷ്യാവതാരം ചെയ്ത് ഇറങ്ങി വരുന്നു. ഗോഡ് ബിക്കേം ഇൻകാർണേറ്റഡ്. ഇൻകാർണേഷൻ ഓഫ് ഗോഡ് ആണ് അവിടെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി അടുത്തത് ഇങ്ങനെ വന്ന മനുഷ്യപുത്രൻ വീണ്ടും വീണ്ടും മനുഷ്യപുത്രനായി അവതരിപ്പിച്ച ക്രിസ്തുവിന് വീണ്ടും കുറെ കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കാം. അതിലൊന്നാണ് ക്രൂശ് മരണം. ഓക്കെ, എങ്ങനെയാണ് മനുഷ്യപുത്രൻ നമ്മെ രക്ഷിച്ചത്, നമ്മെ വീണ്ടെടുത്തത്? മനുഷ്യപുത്രനായ ക്രിസ്തു ക്രൂശ് മരണം മൂലം മനുഷ്യനെ വീണ്ടെടുത്തു. അങ്ങനെ മനുഷ്യൻ വീണ്ടും മഹത്വവും മാനവും അണിഞ്ഞവനായി. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ് മനുഷ്യന്റെ വീണ്ടെടുപ്പ് ക്രിസ്തു സാധ്യമാക്കിയത് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അവിടെ പ്രധാനമായിട്ട് നമുക്ക് 3 പോയിന്റുകളാണ് അവിടെ പറയാനുള്ളത്. ക്രിസ്തുവിന്റെ പാപത്തിൽ വീണ മനുഷ്യൻ ദൈവവുമായിട്ട് മത്സരത്തിലായി. അതിനുശേഷം ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, വീണ്ടും മനുഷ്യാവതാരത്തിന് ശേഷം ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. അങ്ങനെ ക്രൂശ് മരണം മൂലമാണ് മനുഷ്യനെ വീണ്ടെടുത്തത്. അങ്ങനെ മനുഷ്യൻ വീണ്ടും മഹത്വവും മാനവും അണിഞ്ഞവനായി മാറി. ഇനി അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എങ്ങനെ മനുഷ്യൻ വീണ്ടും മഹത്വവും മാനവും അണിഞ്ഞവനായി മാറി? ഓക്കെ, the man who lost his allied position once again became adorned with honor and glory. How? ഇങ്ങനെ ഒരു ആൻസറിൽ തന്നെ പല ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്രിസ്തു മനുഷ്യന്റെ വീണ്ടെടുപ്പ് എങ്ങനെ സാധ്യമാക്കുന്നു, ഇല്ലെങ്കിൽ വീണ്ടും മനുഷ്യന് മഹത്വവും മാനവും അണിഞ്ഞവനായി മാറുന്നത് എങ്ങനെ? ഇതിനെല്ലാം ഈ സെയിം ആൻസർ ആണ്, ലാസ്റ്റ് പാരഗ്രാഫിലെ കാര്യങ്ങളാണ് പറയേണ്ടത്. ഇനി ഇവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം സങ്കീർത്തനത്തിൽ അതിന്റെ തൊട്ടു രണ്ടാമത്തെ പാരഗ്രാഫിൽ 1-2 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ, ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് ആദ്യമായിട്ട് മനുഷ്യപുത്രൻ എന്ന സങ്കീർത്തനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? മനുഷ്യൻ, മനുഷ്യപുത്രൻ എന്നിങ്ങനെ സങ്കീർത്തനത്തിൽ പരാമർശിക്കുന്നത് മനുഷ്യനെ കുറിച്ചാണ്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ തന്റെ പ്രവചനത്തിൽ മനുഷ്യപുത്രൻ എന്ന് വ്യക്തമാക്കുന്നത് മിശിഹായെ കുറിച്ചാണ്. ഇത് 2 കാര്യങ്ങൾ തെറ്റാതെ ഓർക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ പോയിന്റ്, ക്രിസ്തു ആരാകുന്നു എന്നുള്ളതിന്റെ രണ്ടാമത്തെ പോയിന്റ് ആണ് തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാ നായകൻ, ദ സേവിയർ ഹു ലീഡ്സ് ടു ഗ്ലോറി. നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. തേജസ് എന്ന് പറയുക അല്ലെങ്കിൽ ഗ്ലോറി,
ഇറ്റ്സ് എ സിനോണിം അല്ലെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ പര്യായം, ദൈവ സാന്നിധ്യത്തിന്റെ പര്യായം, സിനോണിം ഫോർ ഗോഡ്സ് പ്രസൻസ് ആണ് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നമ്മൾ കാണുന്നതാണ് തേജസ് എന്ന വാക്ക്. അപ്പം ഈ തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാനായകൻ എന്നാണ് ക്രിസ്തുവിനെ പരാമർശിക്കുന്നത്. അതായത് തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം, അപ്പം ദൈവത്തിലേക്ക് നമ്മെ നയിക്കുന്ന രക്ഷാനായകൻ, സേവിയർ ഹു ലീഡ്സ് us ടു ഗ്ലോറി, ഗ്ലോറി എന്ന് പറഞ്ഞാൽ സേവിയർ ഹു ലീഡ്സ് us ടു ഗോഡ്. നാം ഓരോരുത്തരെയും ദൈവത്തിങ്കിലേക്ക് നടത്തുന്ന സേവിയർ ആയിട്ടാണ് ക്രിസ്തുവിനെ ഇവിടെ ലേഖകൻ പരാമർശിക്കുന്നത്. ഇത് ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 10 to 18 അവിടെയാണ് ഇതിനെക്കുറിച്ച് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പം ഇവിടെ ഇത്ര മീനിങ് ഇത്ര മാത്രമേ ഉള്ളൂ. ക്രിസ്തു നമ്മെ, അതായത് മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അല്ലെങ്കിൽ തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാനായകൻ. ഇനി ഇവിടെ എങ്ങനെയാണ് ക്രിസ്തു തേജസ്സിലേക്ക് നമ്മെ നയിക്കുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ക്രിസ്തു തേജസ്സിലേക്ക് നമ്മെ നയിക്കുന്നത് എങ്ങനെ? അവിടെ ഒരു 3 പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ആ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. പാപം മൂലം തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ എങ്ങനെയാണ്? ഏദൻ തോട്ടത്തിൽ തന്നെ നമുക്കറിയാം ദൈവം കൂടെ ഉണ്ടായിരുന്നു, അതായത് തേജസ് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ആദാമും ഹവ്വയും പാപം ചെയ്തത് മൂലം ആ തേജസ്സിനെ നഷ്ടമാക്കി, ദൈവത്തെ നഷ്ടമാക്കി. അപ്പൊ പാപം മൂലം തേജസ്സിനെ നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ തേജസ്സിങ്കിലേക്ക്, ദൈവത്തിങ്കിലേക്ക് തിരികെ വരുത്തുവാനാണ് ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തത് അല്ലെ. അന്ന് ഏദൻ തോട്ടത്തിൽ സംഭവിച്ച ആദാമ്യ പാപം, ആദ്യ പാപം മൂലം വീണ്ടും അങ്ങനെ പാപത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടും കൊണ്ടുവരാനായിട്ട്, തിരികെ ദൈവത്തിങ്കിലേക്ക് തേജസ്സിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ദൈവപുത്രന്റെ മനുഷ്യാവതാരം, ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ലീഡ് മാൻ ബാക്ക് ടു ഗോഡ് that he lost through the sin അല്ലെ. ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ വീണ്ടും കൊണ്ടുവരിക എന്നുള്ളതാണ് മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം. ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് അവിടെ എങ്ങനെയാണ് ക്രിസ്തു നമ്മെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ്? രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ട കാര്യം, മനുഷ്യനായപ്പോഴും മഹാപുരോഹിതനായി നിലനിന്നുകൊണ്ട് ക്രിസ്തു പ്രവർത്തിച്ചു. അതായത് ക്രിസ്തുവിന്റെ, ലേഖകൻ ക്രിസ്തുവിന് നൽകുന്ന ഒരു വിശേഷണമാണ് മഹാപുരോഹിതൻ. നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ കണ്ടത് ഈ ലേഖകൻ, എബ്രായ ലേഖകൻ ക്രിസ്തുവിന് കുറച്ച് വിശേഷണങ്ങൾ നൽകുന്നുണ്ട്. അതിലൊരു വിശേഷണമാണ് മഹാപുരോഹിതൻ. അപ്പൊ മനുഷ്യനായപ്പോഴും മഹാപുരോഹിതനായിട്ട് തന്നെ ക്രിസ്തു നിലനിന്നു. അങ്ങനെയാണ് നമുക്ക് ദൈവത്തിങ്കിലേക്കുള്ള രക്ഷാനായകനായിട്ട് തീർന്നത്, മഹാപുരോഹിതൻ എന്നുള്ള ആ ഒരു പൊസിഷനിലൂടെ. ഇനി അടുത്തത് മൂന്നാമതായിട്ട്, ഈ രക്ഷാദൗത്യത്തില് പുത്രൻ എങ്ങനെയാണ് പ്രാപ്തനായത്? പുത്രൻ തന്റെ കഷ്ടാനുഭവത്തിലൂടെയാണ് പ്രാപ്തനായത്. ഹി അറ്റൈൻഡ് ദ പവർ ടു എക്സിക്യൂട്ട് ഹിസ് മിഷൻ. ക്രിസ്തു ഒരു മിഷൻ ആയിട്ടാണ് വന്നത്. അപ്പൊ അതിനെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്? അതിനുള്ള പവർ എങ്ങനെയാണ് കിട്ടിയത്? ത്രൂ സഫറിങ്സ്. അപ്പൊ നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മളും ഓർക്കുക, നമുക്ക് ക്രൈസ്തവ ജീവിതത്തിൽ, നമ്മുടെ ജീവിതങ്ങളിൽ അനേകമായിട്ടുള്ള സഫറിങ്സ് വരുന്നുണ്ടെങ്കിൽ ഓർക്കണം, ക്രിസ്തുവും ദൈവപുത്രനാണെങ്കിൽ കൂടി അനേകം സഫറിങ്ങുകളിലൂടെയാണ് ഈ പവർ കിട്ടിയത്. തന്റെ മിഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്, അല്ലെ തന്റെ രക്ഷാദൗത്യത്തിനുള്ള പവർ ക്രിസ്തുവിന് ലഭിച്ചത് തന്നെ ഈ കഷ്ടാനുഭവത്തിലൂടെയാണ് എന്നാണ് ഇവിടെ ലേഖകൻ വ്യക്തമാക്കുന്നത്. അപ്പൊ ഈ 3 പോയിന്റുകൾ അവിടെ പ്രധാനമായിട്ട് ഓർക്കുക. ക്രിസ്തു നമ്മെ ദൈവ തേജസ്സിലേക്ക് നയിക്കുന്ന രക്ഷാനായകൻ എന്നാണ് പറയുന്നത്. ഇനി അവിടെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് എബ്രായർ ലേഖനവും യെശയ്യാ പ്രവാചകന്റെ ലേഖനവും തമ്മിലുള്ള ഒരു ബന്ധമാണ്, അവിടെ ഒരു പരാമർശമാണ് അവിടെ നൽകിയിരിക്കുന്നത്. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനത്തിന്റെ 2-ാം അധ്യായം 13-ാം വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 13, അതെന്നുള്ളത് ഇറ്റ്സ് കോട്ടഡ് ഫ്രം ഐസയാ ചാപ്റ്റർ 8 വേഴ്സ് 18. യെശയ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രത്യേകമായിട്ട് നാം ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്തു ശിഷ്യർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ സന്തോഷിക്കുന്നവർ ആകണമെന്ന് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എങ്ങനെ? അതാണ് പ്രധാനമായിട്ട് ഈ പാരഗ്രാഫിലെ ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ്? ഏറ്റവും ലാസ്റ്റത്തെ ലൈനാണ്, സെക്കൻഡ് പാരഗ്രാഫ് ലാസ്റ്റ് ലൈൻ കുഡ് ബി എ ക്വസ്റ്റ്യൻ. ക്രിസ്തു ശിഷ്യരും ദൈവത്തിൽ ആശ്രയിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ സന്തോഷിക്കുന്നവർ ആകണമെന്ന് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് എങ്ങനെ? The disciples of Christ must be person who rely on God and rejoice in adversity. How do the author points it out? എങ്ങനെയാണ് ലേഖകൻ ഇത് വ്യക്തമാക്കുന്നത്? അപ്പൊ നമ്മുടെ അഡ്വേഴ്സിറ്റിയിൽ നമ്മൾ റിജോയ്സ് ചെയ്യുന്നവരായിരിക്കണം, സന്തോഷിക്കുന്നവരാകണം. അതിൽ പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യെശയ്യാ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അവിടെ വളരെയധികം വിശ്വാസത്യാഗം നടന്ന ഒരു കാലഘട്ടത്തിലാണ് യെശയ്യാ പ്രവാചകൻ ജീവിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അപ്പോൾ അവിടുത്തെ ജനങ്ങളോട് മാനസാന്തരപ്പെടുവാനായിട്ട് പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പം ആ സമയത്ത്
എല്ലാവരും ഒന്നും അദ്ദേഹത്തിന് ആഹ്വാനം കേട്ട് വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നില്ല. എന്നാൽ വളരെ കുറച്ച് ജനങ്ങൾ മാത്രം ഈ ആഹ്വാനം സ്വീകരിച്ച് വിശ്വാസത്തിൽ നിലനിന്നു. അവരെ യെശയ്യാ പ്രവാചകൻ വിളിക്കുന്നത് ദൈവം തനിക്ക് നൽകിയ മക്കൾ എന്ന് വിളിക്കുന്നു. അപ്പം ഐസയ വാസ് ലീവ്ഡ് ഇൻ എ പീരിയഡ് വേർ ദ പീപ്പിൾ അബാൻഡൻ ദെയർ ട്രൂ ഫെയ്ത്ത്. അപ്പം അങ്ങനെയുള്ളവരിലേക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള എക്സോർട്ടേഷൻ ആണ് അദ്ദേഹം ഐസയ പ്രവാചകൻ നൽകുന്നത്. ജസ്റ്റ് ടു റിപ്പന്റ്. സം പീപ്പിൾ they heard his words and they had repented and come back to faith, and for those people he called as children God has given me. അപ്പൊ അതൊന്ന് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. ദൈവം തനിക്ക് നൽകിയ മക്കൾ എന്ന് ആരെ വിളിച്ചിരിക്കുന്നു? യെശയ്യാ പ്രവാചകൻ തന്റെ ആഹ്വാനം കേട്ട് മാനസാന്തരപ്പെട്ട് തിരികെ വന്ന ജനങ്ങളെയാണ് അപ്രകാരം വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ യെശയ്യാ പ്രവാചകനും കൂടെയുള്ള ജനവും ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ പ്രതികൂല സാഹചര്യങ്ങളിൽ ക്രിസ്തു ശിഷ്യർ ദൈവത്തിൽ ആശ്രയിക്കണം എന്നാണ് എബ്രായ ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് നമ്മൾ വിശ്വാസത്യാഗം സംഭവിക്കുന്നത് എങ്ങനെയാ? പീഡകൾ വരുമ്പോഴാണ് വിശ്വാസത്യാഗം സംഭവിക്കുന്നത്. അപ്പം യെശയ്യാ പ്രവാചകന്റെ കാലഘട്ടത്തിലും ജനങ്ങൾക്ക് വിശ്വാസത്യാഗം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ ധാരാളമായ പീഡകളും കഷ്ടതകളും അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലും, ഇങ്ങനെയുള്ള പ്രതികൂല കാലങ്ങളിൽ പോലും ക്രിസ്ത്യാനികൾ ദൈവത്തിൽ നിന്ന് വിട്ടുപോകുന്നവരോ വിശ്വാസത്യാഗം ചെയ്യുന്നവരോ ആകരുത് എന്നാണ് എബ്രായ ലേഖകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇത് പ്രത്യേകമായിട്ടൊന്ന് ഓർത്തോളൂ. ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചാൽ പ്രത്യേകമായിട്ട് ഇത് ഓർക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തെ പോയിന്റ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള മൂന്നാമത്തെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് പറയുന്നത് ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരണം വരിച്ചവനും മരണത്തെ ജയിച്ചവനുമായ മഹാപുരോഹിതൻ. ക്രൈസ്റ്റ് ഈസ് ദ ഹൈ പ്രീസ്റ്റ് ഹു ഡൈഡ് ഫോർ ഓൾ ആൻഡ് ട്രയംഫ് ഓവർ ദി ഡെത്ത്. ഓക്കെ, അപ്പം അതിനകത്ത് പറയുന്നത് ഇവിടെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഈ ഒരു പോയിന്റിൽ കാണിക്കുന്നുണ്ട്. മനുഷ്യത്വം, ആളത്വവും മനുഷ്യാവതാരത്തെക്കുറിച്ചും ദൈവത്വത്തെക്കുറിച്ചുമാണ് ഇവിടെ പ്രധാനമായിട്ട് കാണിക്കുന്നത്. ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരണം വഹിച്ചു. അതിന്റെ അർത്ഥം അത് മനുഷ്യത്വമാണ്. മനുഷ്യരാണെങ്കിൽ ഒരിക്കൽ നമുക്ക് മരണം ഉണ്ടാകും. അത് ക്രിസ്തുവിന്റെ മനുഷ്യഭാവത്തെ കാണിക്കുന്നു. ഇനി മരണത്തെ ജയിച്ചവനായ മഹാപുരോഹിതൻ, ഹൈ പ്രീസ്റ്റ്, അത് ഹൈലൈറ്റ് ചെയ്യുന്നത് ക്രിസ്തുവിലെ ദൈവത്വത്തെയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ക്രിസ്തു ജഡം ധരിച്ച് മരണം വരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ്, റിഡംഷൻ ഓഫ് ദ മാൻകൈൻഡ്. അവിടെയാണ് ക്രിസ്തുവിന്റെ പ്രധാന ലക്ഷ്യം അവിടെ ആയിരുന്നു. ഇനി ഈ മനുഷ്യവർഗത്തെ എങ്ങനെയാണ് കഷ്ടതയിലും മരണത്തിലും കൂടിയാണ് മനുഷ്യനോട് ഏകീഭവിച്ചത്? എങ്ങനെയാണ്? ഹി യുണൈറ്റഡ് വിത്ത് മാൻ ത്രൂ സഫറിങ് ആൻഡ് ഡെത്ത്. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. ക്രിസ്തു മനുഷ്യനോട് ഏകീഭവിച്ചത് എങ്ങനെയാണ് ഏകീഭവിച്ചത്? ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് ചേർന്നത്, യുണൈറ്റഡ് വിത്ത് മാൻകൈൻഡ്. എങ്ങനെയാണ് ക്രിസ്തു കഷ്ടതയിലും മരണത്തിലും? കാരണം ഏതു മനുഷ്യനും കഷ്ടതകളും ഉണ്ട്, മരണവും ഉണ്ട്. അപ്പം ക്രിസ്തു ദൈവപുത്രൻ ആണെങ്കിൽ കൂടി മനുഷ്യനായിട്ട് യുണൈറ്റഡ് ആയത്, മനുഷ്യവർഗവുമായിട്ട് യുണൈറ്റഡ് ആയത് ഈ കഷ്ടതയിലും മരണത്തിലുമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. Then Christ became flesh to redeem mankind by accepting the death. അദ്ദേഹം ക്രിസ്തു എങ്ങനെയാണ് നമ്മെ പോലെ മാംസരക്തങ്ങൾ ഉള്ളവനായി തീർന്നു. ഇതിൽ നിന്നൊക്കെ ക്രിസ്തു മനുഷ്യനോട് യുണൈറ്റഡ് ആയി തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അവിടെ രണ്ട് പ്രധാന വാക്യങ്ങളാണ് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ ശ്രദ്ധിക്കാനുള്ളത്. ചാപ്റ്റർ 2 വേഴ്സ് 11 ആൻഡ് ചാപ്റ്റർ 2 വേഴ്സ് 14. ഇവിടെ പ്രധാനമായിട്ടും ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് അവിടെ ഉള്ളത്. ക്രിസ്തു പൂർണ്ണ മനുഷ്യൻ എന്ന ദൈവശാസ്ത്രം വ്യക്തമാക്കുന്ന വാക്യങ്ങൾ അല്ലെങ്കിൽ റെഫറൻസ് എഴുതുക. അങ്ങനെ ചോദിച്ചാൽ, അല്ലെങ്കിൽ ക്രിസ്തു പൂർണ്ണ മനുഷ്യൻ എന്ന ദൈവശാസ്ത്രം ലേഖകൻ വ്യക്തമാക്കുന്നത് എങ്ങനെ? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അവിടെ ചോദിക്കുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ഈ രണ്ട് വാക്യങ്ങളാണ് എഴുതേണ്ടത്. ഹൗ ഡു ദ ഓഥർ ട്രൈ ടു എസ്റ്റാബ്ലിഷ് ദ തിയോളജിക്കൽ കൺസെപ്റ്റ് ദാറ്റ് ക്രൈസ്റ്റ് ഇസ് ഫുള്ളി മാൻ ജസ്റ്റ് ലൈക്ക് us? എങ്ങനെയാണ് ഈ തിയോളജി അവിടെ വ്യക്തമാക്കുന്നത്? ചാപ്റ്റർ 2 വേഴ്സ് 11, ചാപ്റ്റർ 2 വേഴ്സ് 14. അവിടെ എന്താ പറയുന്നത്? ചാപ്റ്റർ 2 വേഴ്സ് 11 പറയുന്നത് അവൻ നമ്മുടെ സഹോദരനായി, he became our brother. അതിൽ നിന്ന് കാണാൻ ഒരു മനുഷ്യനായി തീർന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. പൂർണ്ണ മനുഷ്യൻ എന്നുള്ള ഒരു തിയോളജി അവിടെ കാണിക്കുന്നു. ചാപ്റ്റർ 2 വേഴ്സ് 14 എന്താ പറയുന്നത്? അവൻ നമ്മെ പോലെ മാംസരക്തങ്ങൾ ഉള്ളവൻ, he is flesh and blood like us. ഒരു മനുഷ്യനാണ്, ബ്ലഡും ഫ്ലഷും ഒക്കെ ഉള്ളത് ഒരു മനുഷ്യനാണ്. ക്രിസ്തുവും അതുപോലെ തന്നെ. അപ്പം ക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനായി എന്നുള്ള ഒരു തിയോളജിയാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം 11-14 വാക്യങ്ങളാണ് അത് അവിടെ കാണിക്കുന്നത്. ഇനി ഇവിടെ ക്രിസ്തുവിന്റെ പ്രധാനമായിട്ടുള്ള ദൗത്യത്തെയാണ് കാണിക്കുന്നത്. ക്രിസ്തുവിന്റെ പ്രധാന ദൗത്യം ലേഖകൻ കാട്ടുന്നത് എന്താണ്? എബ്രായ ലേഖനം 2-ാം അധ്യായം വഴി ക്രിസ്തുവിന്റെ ദൗത്യത്തെ, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ മിഷൻ ഓഫ് ക്രൈസ്റ്റ്, എബ്രായ ലേഖനം 2-ാം അധ്യായം വഴി കാണിക്കുന്നത് ക്രിസ്തു വന്നത് ആരെ രക്ഷിക്കുവാനാണ്? മാലാഖമാരെ രക്ഷിക്കുവാനല്ല, മറിച്ച് അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കുവാനാണ് ക്രിസ്തു വന്നത് എന്നാണ് ലേഖകൻ വ്യക്തമാക്കുന്നത്. ക്രൈസ്റ്റ് ഹാഡ് നോട്ട് കം ടു സേവ് ദ ഏഞ്ചൽസ് ബട്ട് ടു സേവ് ദ ചിൽഡ്രൻ ഓഫ് അബ്രഹാം. അതാണ് അവിടെ പ്രധാനമായിട്ട് പറയേണ്ടത്. ഇനി അവിടെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക്
ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. അവിടെ 16 പേജ് നമ്പർ 16 ലാസ്റ്റ് ഭാഗത്തായിട്ടുണ്ട്. ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുവാൻ അവൻ എങ്ങനെയുള്ളവനായി? കരുണയുള്ളവനായി. എന്നാൽ ദൈവകാര്യത്തിൽ എങ്ങനെയാണ്? വിശ്വസ്ത മഹാപുരോഹിതൻ. ഹി ഈസ് മേഴ്സിഫുൾ ആൻഡ് ഫെയ്ത്ത്ഫുൾ. ആ രണ്ട് വാക്കുകൾ ഓർക്കുക. കരുണയുള്ളവനാണ്, അതുപോലെ ഫെയ്ത്ത്ഫുൾ ഹൈ പ്രീസ്റ്റ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർക്കുക. ഓക്കെ, ഫോർ ദ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിൻസ് ഓഫ് പീപ്പിൾ, അതാണ് അവിടെ പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ പാരഗ്രാഫിന്റെ അല്ലെങ്കിൽ ഈ പോയിന്റിന്റെ അവസാന പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, തേജസ്സില് ദൈവസമനായ ക്രിസ്തു കഷ്ടതയിൽ മനുഷ്യനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? തേജസ്സില് ദൈവസമനാണ്, ഹൈ പ്രീസ്റ്റ് ആണ്, അദ്ദേഹത്തിന് ഗ്ലോറിഫിക്കേഷൻ നോക്കുമ്പോൾ ദൈവപുത്രനാണ്. എന്നാൽ മനുഷ്യനുമായിട്ട് എങ്ങനെയാണ് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നത്? കഷ്ടതയിൽ. മനുഷ്യർക്ക് മാത്രമേ കഷ്ടതയുള്ളൂ. അങ്ങനെ മനുഷ്യനുമായിട്ട് കഷ്ടതയിൽ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നവനായ ക്രിസ്തുവിനെ ലേഖകൻ കാട്ടുന്നു. അപ്പം ഇവിടെ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തില് പലവിധ യാതനകളിൽ കൂടിയും പ്രലോഭനങ്ങളിൽ കൂടിയും കടന്നു പോകുന്നവർക്ക് ഒരു ഹോപ്പാണ് ഇവിടെ നൽകുന്നത്. ഒരു കറേജ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു കറേജിങ് വേർഡ്സ് ആണ് നമുക്ക് ഇവിടെ ലേഖകൻ നൽകുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ആ പാരഗ്രാഫിന്റെ അവസാനത്തെ ലൈൻ നോക്കുക. ജീവിതത്തിൽ വിവിധ യാതനകളിൽ കൂടിയും പ്രലോഭനങ്ങളിൽ കൂടിയും കടന്നു പോകുന്നവർക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്ന സന്ദേശമാണ് എബ്രായ ലേഖകൻ നൽകുന്നത്. വ്യക്തമാക്കുക. We get a message that gives hope and courage to those who are passing through suffering and temptation in life. Explain. അങ്ങനെ ഒരു വാക്യം ചോദിച്ചാൽ പ്രധാനമായിട്ടും ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സസ് 11 to 18, എസ്പെഷ്യലി ദ വേഴ്സ് 18 അതാണ് മെൻഷൻ ചെയ്യുക. ഇവിടെ എന്താണ് പറയുന്നത്? പേജ് നമ്പർ 16 ആ പോയിന്റ് തുടങ്ങുന്ന ഭാഗത്തെ രണ്ട് പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതാം. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് മരണം വഹിച്ചു. അങ്ങനെ കഷ്ടതയിലും മരണത്തിലും ക്രിസ്തു മനുഷ്യനോട് ഏകീഭവിച്ചു. ക്രിസ്തു മനുഷ്യനായി തീർന്നു. ആ തിയോളജി അവിടെ നമുക്ക് വ്യക്തമാക്കുക. അങ്ങനെ തേജസ്സിൽ ദൈവസമനായ ക്രിസ്തു കഷ്ടതയിൽ കൂടി മനുഷ്യനുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് തന്മൂലം ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്നവരെ സഹായിക്കുവാനും മഹത്വത്തിലേക്ക് ഉയർത്തുവാനും പ്രാപ്തനായ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്കുണ്ട് എന്ന് ലേഖകൻ ഇവിടെ വ്യക്തമാക്കുന്നു. ഇത് നമുക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നു. അപ്പം അവിടെ എന്താ പറയുന്നത്? വി ഹാവ് എ ഹൈ പ്രീസ്റ്റ് who has the power to help those who suffer and it is a hope for us. അതാണ് നമുക്ക് പ്രധാനമായിട്ടും. എന്തുകൊണ്ടാണ് നമുക്കൊരു ഹോപ്പായിട്ട് വരുന്നത്? ആ പോയിന്റ് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ക്രിസ്തു നമുക്കൊരു ധൈര്യവും പ്രത്യാശയും നൽകുന്നത്? എന്തുകൊണ്ടാണ്? ക്രിസ്തുവും നമ്മെ പോലെ തന്നെ കഷ്ടതയിൽ കൂടി കടന്നുപോയി, സഫറിങ്ങിലൂടെ കടന്നുപോയി. ഫിസിക്കലി ഒത്തിരി സഫർ ചെയ്തു. നമുക്കൊന്നും മനുഷ്യർക്കാർക്കും ചിന്തിക്കുവാൻ പറ്റുന്നതിലപ്പുറമായുള്ള ഫിസിക്കൽ സഫറിങ്, മെന്റൽ സഫറിങ് എല്ലാം ക്രിസ്തു കടന്നുപോയിട്ടുണ്ട്. ഗെത്സമനിയിലെ പ്രാർത്ഥനയിൽ പറയുന്നത് അത്രമാത്രം വേദനപ്പെട്ട ക്രിസ്തു, അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ വിയർപ്പ് കണങ്ങൾ പോലും രക്തത്തുള്ളികളായിട്ട് മാറി എന്ന് പറയുന്നത്. അത്രമാത്രം പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെ ക്രിസ്തു കടന്നുപോയി. ഇങ്ങനെയൊക്കെ കടന്നുപോയ ഒരു ഹൈ പ്രീസ്റ്റ് നമുക്കുണ്ട്. നമ്മെ ധൈര്യപ്പെടുത്താനും നമ്മോട് കൂടെ നിൽക്കാനുള്ള ഒരു ഹൈ പ്രീസ്റ്റ് നമുക്കുണ്ട് എന്നുള്ള ഒരു പ്രത്യാശയും ധൈര്യവുമാണ് ലേഖകൻ ഇവിടെ നമുക്ക് ക്രിസ്തുവിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഓർക്കുക. ഇനി അടുത്തതായിട്ട് ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് ആണ് ക്രിസ്തു എന്ന അപ്പോസ്തലൻ. ക്രിസ്തു എന്ന അപ്പോസ്തലൻ, ക്രൈസ്റ്റ് ആസ് ആൻ അപ്പോസ്റ്റൽ. ഓക്കെ, ഇതിനകത്ത് പറയുന്നത് ഹീബ്രൂസ് ചാപ്റ്റർ 1 and 2, അതിനകത്ത് പറയുന്നത് ക്രിസ്തു ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനാണ്. ക്രിസ്തു ദൂതന്മാരെക്കാളും ശ്രേഷ്ഠൻ, ക്രൈസ്റ്റ് ഈസ് എബോവ് ദ ഏഞ്ചൽസ്. എന്നാൽ ഹീബ്രൂസ് ചാപ്റ്റർ 3, ഇവിടെയാണ് ഹീബ്രൂസ് ചാപ്റ്റർ 3 ക്രിസ്തു അപ്പോസ്തലൻ എന്ന പ്രഖ്യാപനം വരുന്നത്. ഹീബ്രൂസ് ചാപ്റ്റർ 2 എന്താണ് പറയുന്നത്? ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ എന്നാണ് അവിടെ പറയുന്നത്. ക്രിസ്തു ആരെക്കാൾ ശ്രേഷ്ഠനാണ്? ക്രൈസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മോസസ് എന്നാണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് മോസസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. മോസസിനെ എന്തുകൊണ്ടാണ് ക്രിസ്തുവുമായിട്ട് കമ്പയർ ചെയ്യാൻ കാരണം എന്താണ്? അവിടെ പറയുന്നത് യഹൂദന്മാർ, അബ്രഹാം കഴിഞ്ഞാൽ യഹൂദന്മാർ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നയാള് മോസസ് ആണ്. മോസസ് ആണ് ഏറ്റവും കൂടുതൽ ഏബ്രഹാം കഴിഞ്ഞാൽ യഹൂദന്മാര് റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തി. അതുപോലെ തന്നെ ഈ മോസസിന് ചില വിശേഷണങ്ങൾ കൂടി പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇസ്രയേലിയരുടെ ഏറ്റവും വലിയ പ്രവാചകൻ, മധ്യസ്ഥൻ, ഈ രണ്ട് വാക്കുകൾ അതുകൂടി ഓർക്കുക. ദ ഗ്രേറ്റസ്റ്റ് പ്രോഫറ്റ് ആൻഡ് ദ മീഡിയേറ്റർ ഓഫ് ഇസ്രായേൽ എന്ന് വിളിക്കുന്നത് ആരാണ്? മോശയാണ്. അപ്പൊ അത്രയും ഹൈ പൊസിഷനിലുള്ള മോശയെക്കാളും ശ്രേഷ്ഠനാണ് ക്രിസ്തു എന്നാണ് എബ്രായ ലേഖകൻ ഇവിടെ വീണ്ടും പഠിപ്പിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. അതിനകത്ത് എബ്രായ ലേഖനത്തില് വിശുദ്ധ സഹോദരൻ അല്ലെങ്കിൽ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. എബ്രായ ലേഖനം ചാപ്റ്റർ 3 ഫസ്റ്റ് വേഴ്സിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ എന്ന് ഉള്ള ഒരു സംബോധനയോടുകൂടിയാണ് ചാപ്റ്റർ 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് നോക്കിക്കൊള്ളുക എല്ലാവരും. ഇവിടെ ആരെയാണ് ഇങ്ങനെ വിശുദ്ധ സഹോദരൻ എന്ന് അല്ലെങ്കിൽ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാർ, ഹോളി ബ്രദേഴ്സ് അല്ലെങ്കിൽ ഹു ഷെയർ ദ ഹെവൻലി കോളിംഗ് എന്ന് വിളിക്കുന്നത് ആരെയാണ്?
ജൂയിഷ് ക്രിസ്ത്യൻസിനെയാണ്, യഹൂദ ക്രിസ്ത്യാനികളെയാണ് അവിടെ വിളിക്കുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലോ അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, എന്ന് വിളിക്കുന്നത് യഹൂദ ക്രൈസ്തവരെയാണ് അവിടെ വിളിക്കുന്നത്. എന്നാൽ ഇതിനു ശേഷം ഇവിടെ ക്രിസ്ത്യാനികളെ വിശുദ്ധന്മാർ അല്ലെങ്കിൽ സഹോദരന്മാർ എന്ന് പൗലോസ് ലീഹ വിളിക്കുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ എബ്രായ ലേഖകൻ എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികളെ വിശുദ്ധന്മാർ അല്ലെങ്കിൽ സഹോദരന്മാർ എന്ന് വിളിക്കുന്നത്? അടുത്ത പാരഗ്രാഫിലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്ത്യാനികളെയും വിശുദ്ധന്മാരെന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ്? ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവരെന്ന നിലയിലാണ്. അതായത് ദോസ് ആർ കോൺസിക്രേറ്റഡ് ടു ഗോഡ്, ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ എന്ന നിലയിലാണ് പൗലോസ് ലീഹ ക്രിസ്ത്യാനികളെ വിശുദ്ധന്മാരെന്ന് വിളിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് പൗലോസ് ലീഹയുടെ മറ്റു ലേഖനങ്ങളിലും ഈ വിശുദ്ധന്മാർ എന്നുള്ള ഒരു സംബോധന, ഒരു ഗ്രീറ്റിംഗ് വളരെ അധികമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അവിടെ പറയുന്ന വിശുദ്ധന്മാരെന്ന് പറയുന്ന ക്രിസ്ത്യാനികളെയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികളെ വിശുദ്ധന്മാരായിട്ട് കാണുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് അവർക്ക് ദൈവത്തിനാൽ അവരെ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്, ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടവരെന്ന നിലയിൽ അവരെ വിശുദ്ധരെന്ന് വിളിക്കുന്നു. ഇനി സഹോദരങ്ങൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുക. വിശുദ്ധ സഹോദരർ എന്ന അഭിസംബോധന അതെന്തുകൊണ്ടാണ്? വിശുദ്ധ സഹോദരർ എന്ന് വിളിക്കുന്നത് ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ടാണ് സഹോദരന്മാർ എന്ന് വിളിക്കുന്നത്. ദേ ബിലോങ്സ് ടു ദ ഫാമിലി ഓഫ് ഗോഡ്. അതുകൊണ്ട് അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുന്നു. അത് പ്രത്യേകമായിട്ട് ഓർക്കുക. വിശുദ്ധന്മാർ എന്ന് ക്രിസ്ത്യാനികളെ വിളിക്കുന്നത് എന്തുകൊണ്ട്, സഹോദരന്മാർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ആ രണ്ട് ക്വസ്റ്റ്യന്റെയും ആൻസറുകൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടോ അവിടെ ചോദിക്കാം. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ്. ഒരു പക്ഷേ ഈ ചാപ്റ്ററിൽ എനിക്കൊന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ ആരോ ഡൗട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നത്? അപ്പോസ്തോലൻ എന്ന് ക്രിസ്തുവിനെ ലേഖനകർത്താവ് വിളിച്ചത് എന്തുകൊണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതിന്റെ ആൻസർ ആണ് ആ ലാസ്റ്റ് പാരഗ്രാഫ് വരുന്നത്. അതിന് തൊട്ടു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയി. തൊട്ടു മുമ്പത്തെ പാരഗ്രാഫിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ക്രൈസ്തവർ സ്വർഗീയ വിളിക്ക് അവകാശികളും ഓഹരിക്കാരുമായി മാറുന്നത് എങ്ങനെ? ക്രൈസ്തവർ സ്വർഗീയ വിളിക്ക് അവകാശികളും ഓഹരിക്കാരുമായി മാറുന്നത് എങ്ങനെ? ഹൗ ഡു ദ ക്രിസ്ത്യൻസ് ബിക്കം heirs and partners to the heavenly calling? ക്രൈസ്തവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാകിയാൽ അവർ ദൈവവിളിക്ക് അവകാശികളും ഓഹരിക്കാരുമായി മാറുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 17ാമത്തെ പേജിൽ അതിന്റെ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിന് തൊട്ടു മുമ്പുള്ള പാരഗ്രാഫിലുണ്ട്. ക്രൈസ്തവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. ക്രിസ്ത്യൻസ് ഹാവ് ബീൻ കോൾഡ് ബൈ ഗോഡ് ആൻഡ് ചോസൻ and they become the heirs and partners to the heavenly calling. Okay, ഇനി അടുത്ത പോയിന്റ്, ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ് എബ്രായ ലേഖന കർത്താവ് ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് പുതിയ നിയമത്തിലെ വേറൊരിടത്തും യേശുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നില്ല. എബ്രായ ലേഖനത്തിൽ മാത്രമാണ് ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്നത്. ഈ ക്രിസ്തുവിന് നൽകുന്ന ഒരു സ്ഥാനനാമമായിട്ടാണ് ഈ അപ്പോസ്തോലൻ എന്ന വാക്ക് ലേഖകൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥാനനാമമാണ് കൊടുക്കുന്നത്. ഈ അപ്പോസ്തോലൻ എന്നതിന്റെ ലിറ്ററൽ മീനിങ് എന്താണ്? അയക്കപ്പെട്ടവൻ. അയക്കപ്പെട്ടവൻ എന്നാണ് അപ്പോസ്തോലൻ എന്നുള്ളതിന്റെ ഒരു ലിറ്ററൽ മീനിങ്. ഇവിടെ അയക്കപ്പെട്ടവൻ എന്നുള്ള ഒരാള് സെന്റ് എന്നുള്ള ഒരു ലിറ്ററൽ മീനിങ് മാത്രമല്ല ഇവിടെ എടുക്കുന്നത്. ഇവിടെ അയക്കപ്പെട്ടവൻ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ ഒരാളെ ഒരു മെസ്സേജ് പറയാൻ വേണ്ടി നമ്മൾ ഒരിടത്തോട്ട് അയക്കുന്നു, ഒരു മെസ്സഞ്ചർ ആയിട്ട് അയക്കുന്നു. പക്ഷെ അവിടെ പോയി അയാൾക്ക് പ്രത്യേക അധികാരമൊന്നുമില്ല. അയക്കപ്പെട്ടവന്റെ പക്കൽ നിന്ന് അധികാരമൊന്നുമില്ല, പവർ ഒന്നുമില്ല. ജസ്റ്റ് അവിടെ പോയി കൺവേ ദ മെസ്സേജ്. അത് മാത്രമായിട്ട് വരുന്ന ഒരാളല്ല ക്രിസ്തു. ക്രിസ്തുവിനെ അയക്കപ്പെട്ടവൻ എന്ന മീനിങ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് അതാണ്. അയക്കപ്പെട്ടതിനോടൊപ്പം പ്രത്യേകമായിട്ടുള്ള പവറും കൊടുത്തിട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പോസ്തോലൻ എന്നുള്ള ഒരു പ്രത്യേകമായ വാക്കിൽ പറയുന്ന ക്രൈസ്റ്റ് ഇസ് നോട്ട് ഓൺലി ദ റെപ്രസെന്റേറ്റീവ് ബട്ട് വിത്ത് അതോറിറ്റി. എന്തുകൊണ്ടാണ്? ദൈവപുത്രൻ എന്നുള്ള അതോറിറ്റി കൂടി അവിടെ കൊടുത്താണ് ക്രിസ്തുവിനെ അയക്കുന്നത്, അയക്കപ്പെട്ടവൻ. അപ്പം ഇവിടെ അയക്കപ്പെട്ടവൻ എന്ന ലിറ്ററൽ മീനിങ് അല്ല, പ്രാതിനിധ്യ സ്വഭാവം വഹിച്ചുകൊണ്ട് പ്രത്യേക അധികാരത്തോടുകൂടി അയക്കപ്പെട്ടവനാണ് അപ്പോസ്തോലൻ അഥവാ സ്ലീഹ എന്നത് ഉദ്ദേശിക്കുന്നത്. അതായത് റെപ്രസെന്റേറ്റീവ് സ്പെഷ്യൽ അതോറിറ്റി. അതാണ് ഇവിടെ ക്രിസ്തു അപ്പോസ്തോലൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയക്കപ്പെട്ടവൻ, അതോടൊപ്പം തന്നെ ദാറ്റ് മീൻസ് ഹി റെപ്രസെന്റ് ദ ഗോഡ്, സെയിം ടൈം വിത്ത് സ്പെഷ്യൽ അതോറിറ്റി ഫ്രം ഗോഡ്. ഇത് രണ്ട് കാര്യങ്ങളും കൂടെ ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ ലേഖകൻ ഉദ്ദേശിക്കുന്നു. അപ്പം ക്രിസ്തു പിതാവിൽ നിന്ന് അധികാരം പ്രാപിച്ച് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് വന്നവനായതുകൊണ്ടാണ് ക്രിസ്തുവിനെ അപ്പോസ്തോലൻ എന്ന് ഇവിടെ വിളിക്കുന്നത്. ക്രൈസ്റ്റ് ഹാസ് ഒബ്റ്റെയിൻഡ് അതോറിറ്റി ഫ്രം ദ ഫാദർ ആൻഡ് ഹി ഹാസ് കം ടു എക്സിക്യൂട്ട് ദ വിൽ ഓഫ് ദ ഫാദർ. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ അയക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ അപ്പോസ്തോലൻ എന്ന് എബ്രായ ലേഖകൻ വിളിക്കുന്നത്. ഇനി അതിന്റെ ഏറ്റവും ലാസ്റ്റ് ലൈനും ഒരു ക്വസ്റ്റ്യൻ ആണ്. എബ്രായ ലേഖനത്തിന്റെ കാതലായ വിഷയം, എബ്രായ ലേഖനത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷ, ദ മിനിസ്ട്രി ഓഫ് ക്രൈസ്റ്റ് ആസ് ആൻ ഇറ്റേണൽ ഹൈ പ്രീസ്റ്റ്. മഹാപൗരോഹിത്യ ശുശ്രൂഷ എന്നുള്ളതാണ് ഈ എബ്രായ ലേഖനത്തിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത്. ഇവിടെ
ഈ ചാപ്റ്ററും കൂടി ഇവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ഓർക്കേണ്ടത്, ക്രിസ്തുവിനെ നമുക്ക് എബ്രായ ലേഖനം 1-ാം അധ്യായവും 2-ാം അധ്യായവും കൂടെ ചേർത്ത് വെച്ചിട്ട് ക്രിസ്തുവിനെ കുറിച്ച് വിശദീകരണം നൽകുന്ന, അല്ലെങ്കിൽ ക്രിസ്തു മാലാഖമാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ 2 അധ്യായം കൂടി ചേർത്താണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ആ പോയിന്റുകളെല്ലാം 1-ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ കണ്ട 5 പോയിന്റ് ഉണ്ട്. ആരാണ് ക്രിസ്തു? ക്രിസ്തു ദൈവ തേജസ്സിന്റെ പ്രഭയാണ്, ക്രിസ്തു തത്വത്തിന്റെ മുദ്ര, ക്രിസ്തു തന്റെ വചനത്താൽ സകലത്തെയും വഹിക്കുന്നു, ക്രിസ്തു പാപങ്ങളുടെ പരിഹാരകൻ, ക്രിസ്തു ദൂതന്മാരേക്കാൾ ശ്രേഷ്ഠൻ. ഇനി അടുത്തതായിട്ട് എബ്രായ ലേഖനം 2-ാം അധ്യായം വഴിയായിട്ട് ക്രിസ്തു ലോകത്തെ വീണ്ടെടുക്കുവാൻ താഴ്മ ധരിച്ച ആളത്വമാണ്, ക്രിസ്തു തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാനായകൻ, ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരണം വഹിച്ചവനും മരണത്തെ ജയിച്ചവനുമായ മഹാപുരോഹിതൻ. ഇത്രയും പോയിന്റുകളാണ് എബ്രായ ലേഖനം 1-ഉം 2-ഉം അധ്യായം വഴിയായിട്ട് ക്രിസ്തു ശ്രേഷ്ഠനാണ് എന്ന് തെളിയിക്കുന്നതിന് അല്ലെങ്കിൽ വ്യക്തമാക്കുക എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എബ്രായ ലേഖനം 1-ഉം 2-ഉം അധ്യായം ചേർത്ത് എഴുതാൻ പറഞ്ഞാൽ ഈ പോയിന്റുകളാണ്, ഇത്രയും പോയിന്റുകളാണ് പ്രധാനമായിട്ട് എഴുതേണ്ടത്. അതുപോലെ ക്രിസ്തു എന്ന അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെയാണ് ക്രിസ്തു എന്ന അപ്പോസ്തലനെ കുറിച്ച് ക്രിസ്തു ഒരു പ്രത്യേക വിശേഷണം നൽകി ലേഖനകർത്താവ് കാണിക്കുന്നത്. അപ്പൊ ഇതോടുകൂടി ഈ ചാപ്റ്റർ 2-ാമത്തെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്.